അമേരിക്കയുടെ വ്യോമാക്രമണം 10ാം ദിവസവും ശക്തമായി തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ വൻ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടുകയായിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുവാൻ സിരിക്, ബന്ദർ അബ്ബാസ്, ചബഹാർ ഉൾപ്പെടെയുള്ള ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത്. എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ക്യുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. തുടർന്ന് നടന്ന ആക്രമണത്തിലാണ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച എണ്ണ ടാങ്കറിന് തീപിടിച്ച് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. സംഘർഷത്തിൽ കൂടുതൽ US സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതോടെ മേഖലയിൽ പൂർണ്ണതോതിലുള്ള യുദ്ധസാധ്യത ഏറിയിരിക്കുകയാണ്. കടലിടുക്ക് അടഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $88 കടക്കുകയും US-ൽ ഇന്ധനവില കുത്തനെ ഉയരുകയും ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ നയതന്ത്ര തലത്തിൽ അനുരഞ്ജന ചർച്ചകൾക്കായി ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.